അധ്യായം 14 സൂറത്ത് ഇബ്രാഹിം. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 52. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد الله الذي له ما في السماوات وما في الأرض وويل للكافرين من عذاب شديد. അലിഫ് ലാം റാ. ഇരുട്ടുകളിൽ നിന്നും പ്രകാശത്തിലേക്ക്, അതായത് പ്രതാപശാലിയും സ്തുത്യർഹനും ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളുടെയും ഉടമസ്ഥനുമായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തങ്ങളുടെ രക്ഷിതാവിന്റെ അനുമതിയോടെ ജനങ്ങളെ നയിക്കേണ്ടതിനായി താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്ന ഗ്രന്ഥമാണിത്. സത്യനിഷേധികൾക്ക് കഠിന ശിക്ഷ മൂലം വമ്പിച്ച നാശം തന്നെ. الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد. ഐഹിക ജീവിതത്തെ പാരത്രിക ജീവിതത്തെക്കാൾ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ആ മാർഗത്തെ വളച്ചൊടിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരാണവർ. അവർ വിദൂരമായ വഴികേടിലാകുന്നു. وما أرسلنا من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم. യാതൊരു റസൂലിനെയും അദ്ദേഹം തന്റെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുവാനായി അവരുടെ ഭാഷയിലല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. അങ്ങനെ താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴിപിഴപ്പിക്കുകയും ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അവൻ പ്രതാപശാലിയും മികച്ച തന്ത്രജ്ഞനുമാകുന്നു. وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا أَنْ أَخْرِجْ قَوْمَكَ مِنَ الظُّلُمَاتِ إِلَى النُّورِ وَذَكِّرْهُم بِأَيَّامِ اللَّهِ إِنَّ فِي ذَلِكَ لَآيَاتٍ لِكُلِّ صَبَّارٍ شَكُورٍ. തീർച്ചയായും മൂസാ നബിയെ സ്വജനതയിലേക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നാം അയച്ചു. അദ്ദേഹത്തോട് നാം പറഞ്ഞു, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് താങ്കളുടെ ജനതയെ നയിക്കുകയും പൂർവ്വ സമുദായങ്ങളിൽ കഠിന ശിക്ഷ നടന്ന അള്ളാഹുവിന്റെ ആ ദിവസങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. നിശ്ചയമായും അങ്ങേയറ്റം ക്ഷമ കൈക്കൊള്ളുകയും കൂടുതൽ നന്ദി കാണിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ أَنْجَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ وَيُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഫിർഔൻ കുടുംബത്തിന്റെ മർദ്ദനങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷിച്ചപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. അവൻ നിങ്ങളെ കടുത്ത ശിക്ഷ അനുഭവിപ്പിച്ചും നിങ്ങളുടെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും നിങ്ങളുടെ സ്ത്രീകളെ അവർ ജീവിക്കാൻ വിടുകയുമായിരുന്നല്ലോ. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള കടുത്ത പരീക്ഷണമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِن شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِن كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതും നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ അതികഠിനം തന്നെ ആയിരിക്കുന്നതുമാണ് എന്ന് നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം ഓർക്കുക എന്നും മൂസാ നബി അവരെ ഉണർത്തി.
وقال موسى إن تكفروا أنتم ومن في الأرض جميعا فإن الله لغني حميد. മൂസാ നബി പറഞ്ഞു, നിങ്ങളും ഭൂമുഖത്തുള്ളവരെല്ലാവരും നന്ദികേട് കാണിച്ചാൽ തന്നെ അള്ളാഹുവിന് ഒരു ദോഷവും ഇല്ല. അള്ളാഹു സ്വയം പര്യാപ്തനും സ്തുത്യർഹനും തന്നെയാകുന്നു. ألم يأتكم نبأ الذين من قبلكم قوم نوح وعاد وثمود والذين من بعدهم لا يعلمهم إلا الله جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നൂഹ് നബിയുടെ ജനത, ആദ്, സമൂദ് എന്നീ സമുദായങ്ങൾ, അവർക്കു ശേഷം ജീവിച്ചവർ, അവരെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ അറിയില്ല എന്ന ചരിത്രം നിങ്ങൾക്കറിയില്ലേ? അവരുടെ പ്രവാചകന്മാർ തെളിവുകൾ സഹിതം അവരുടെ അടുത്തു ചെന്നു. അപ്പോൾ വായിൽ കൈവെക്കുകയാണവർ ചെയ്തത്. നിങ്ങൾ നിയോഗിക്കപ്പെട്ട കാര്യത്തെ ഞങ്ങൾ നിഷേധിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനെക്കുറിച്ച് ഞങ്ങൾ സംശയത്തിലും ശങ്കയിലും തന്നെയാണ്. قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين. ദൂതന്മാർ ചോദിച്ചു, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലാണോ സംശയം? നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനും നിശ്ചിത കാലം വരെ, മരണം വരെ ശിക്ഷ കൂടാതെ നിങ്ങൾക്ക് സമയം നീട്ടിയിട്ട് തരുവാനുമാകുന്നു അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടയണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായ ഒരു അമാനുഷിക ദൃഷ്ടാന്തം നിങ്ങൾ കാണിച്ചു തരിക. قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون. ദൂതന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. പക്ഷേ അള്ളാഹു തന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ പ്രവാചകത്വം കൊണ്ടും മറ്റും അനുഗ്രഹിക്കുന്നു. അള്ളാഹുവിന്റെ അനുമതി കൂടാതെ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതിനാൽ സത്യവിശ്വാസികൾ അള്ളാഹുവെ മാത്രം അവലംബമാക്കിക്കൊള്ളട്ടെ. وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون. രക്ഷാമാർഗത്തിൽ അള്ളാഹു ഞങ്ങളെ ചേർത്തു തന്നിരിക്കെ എങ്ങനെയാണ് അവനെ അവലംബമാക്കാതിരിക്കുക? നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മർദ്ദനങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിനെ തന്നെ ഭരമേൽപ്പിക്കട്ടെ. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى
إليهم ربهم لنهلكن الظالمين. സത്യനിഷേധികൾ അവരുടെ ദൂതന്മാരോട് പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരണം, രണ്ടിലൊന്ന് കൂടിയേ കഴിയൂ. അപ്പോൾ ആ ദൂതന്മാരുടെ റബ്ബ് അവർക്ക് സന്ദേശം നൽകി, നിശ്ചയമായും ഈ അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. وَلَنُسْكِنَنَّكُمُ الْأَرْضَ مِنْ بَعْدِهِمْ ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ. എന്നിട്ട് അവരെ നശിപ്പിച്ച ശേഷം ഈ ഭൂമിയിൽ നാം നിങ്ങളെ നിവസിപ്പിക്കും, എന്റെ സന്നിധിയിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുകയും എന്റെ താക്കീതിനെ പേടിക്കുകയും ചെയ്യുന്നവർക്കാണിത് ഈ ആനുകൂല്യം ലഭിക്കുക. وَاسْتَفْتَحُوا وَخَابَ كُلُّ جَبَّارٍ عَنِيدٍ. പ്രവാചകർ വിജയത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്തു, അഹങ്കാരികളും സത്യത്തെ എതിർക്കുന്നവരുമായ എല്ലാവരും പരാജയമടഞ്ഞു. مِنْ وَرَائِهِ جَهَنَّمُ وَيُسْقَى مِنْ مَاءٍ صَدِيدٍ يَتَجَرَّعُهُ وَلَا يَكَادُ يُسِيغُهُ وَيَأْتِيهِ الْمَوْتُ مِنْ كُلِّ مَكَانٍ وَمَا هُوَ بِمَيِّتٍ وَمِنْ وَرَائِهِ عَذَابٌ غَلِيظٌ. അവന്റെ മുന്നിൽ നരകമുണ്ട്, അവിടെ വെച്ച് രക്തവും ചലവും ചേർന്ന ദുർനീരിൽ നിന്നും അവന് കുടിപ്പിക്കപ്പെടും. കഠിനദാഹം മൂലം അവനത് വളരെ വിഷമിച്ചുകൊണ്ട് കുടിക്കാൻ ശ്രമിച്ചു നോക്കും, പക്ഷേ കീഴ്പോട്ട് ഇറക്കാൻ അവന് കഴിയുകയില്ല. നാനാഭാഗങ്ങളിൽ നിന്നും മരണം അവന് സമീപിക്കും, പക്ഷേ അവൻ മരിക്കുകയില്ല. അതിനപ്പുറം കഠിനമായ ശിക്ഷ വേറെയുമുണ്ട്. مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد. തങ്ങളുടെ റബ്ബിനെ നിഷേധിച്ചവരുടെ നില അവരുടെ പ്രവർത്തികൾ കൊടുങ്കാറ്റുള്ള ദിവസത്തിൽ കാറ്റത്ത് പാറിപ്പോകുന്ന വെണ്ണീർ പോലെയാകുന്നു. സമ്പാദിച്ചതൊന്നും അനുഭവിക്കാൻ അവർക്ക് കഴിയുകയില്ല. അവരുടെ ഈ നില സത്യത്തിൽ നിന്നും വിദൂരമായ വ്യതിചലനം തന്നെയാണ്. ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي بخلق جديد. തീർച്ചയായും അല്ലാഹു ആകാശഭൂമികളെ യുക്തിപൂർവമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടില്ലേ? അത് നിങ്ങൾ കാണുന്നില്ലേ? ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ നശിപ്പിക്കുന്നതും ഒരു പുതിയ ജനതയെ കൊണ്ടുവരുന്നതുമാണ്. وما ذلك على الله بعزيز. അത് അല്ലാഹുവിന് ഒട്ടും പ്രയാസമുള്ളതല്ല. وبرزوا لله جميعا فقال الضعفاء للذين استكبروا إنا كنا لكم تبعا فهل أنتم مغنون عنا من عذاب الله من شيء قالوا لو هدانا الله لهديناكم سواء علينا أجزعنا أم صبرنا ما لنا من محيص. പരലോകത്ത് അവരെല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാകും. അപ്പോൾ പാവങ്ങൾ, അനുയായികൾ, അഹംഭാവം നടിച്ചിരുന്നവരോട്, നേതാക്കളോട് ചോദിക്കും, ഞങ്ങൾ നിങ്ങളുടെ അനുയായികൾ തന്നെയായിരുന്നു, അതിനാൽ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് വല്ലതും ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ നേതാക്കൾ പറയും, അല്ലാഹു ഞങ്ങളെ നേർവഴിയിലാക്കിയിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും നേർവഴി കാണിച്ചു തരുമായിരുന്നു. ഇന്ന് നാം അക്ഷമ കാണിച്ചു, അല്ലെങ്കിൽ ക്ഷമിച്ചു, രണ്ടും ഫലത്തിൽ സമമാവുന്നു. നമുക്ക് യാതൊരു രക്ഷാമാർഗവും ഇല്ല തന്നെ. وقال الشيطان لما
فلما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل إن الظالمين لهم عذاب أليم. വിധി നടത്തപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗാവകാശികളെയും നരകാവകാശികളെയും അതത് സ്ഥലങ്ങളിൽ ആക്കിക്കഴിഞ്ഞാൽ പിശാച് പ്രഖ്യാപിക്കും, നിശ്ചയമായും അല്ലാഹു നിങ്ങളോട് സത്യമായ ചില വാഗ്ദാനങ്ങൾ ചെയ്തു, ഞാനും നിങ്ങളോട് ചില വാഗ്ദാനങ്ങൾ ചെയ്യുകയുണ്ടായി. എന്നാൽ നിങ്ങളോട് ചെയ്ത വാഗ്ദാനം ഞാൻ ലംഘിച്ചിരിക്കുന്നു. നിങ്ങളെ നിർബന്ധിക്കുവാൻ യാതൊരു അധികാരശക്തിയും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിച്ചു. അപ്പോൾ എന്റെ വിളി നിങ്ങൾ സ്വീകരിച്ചുവെന്ന് മാത്രം. അതിനാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ സ്വയം തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളുക. എനിക്ക് നിങ്ങളെ രക്ഷിക്കുവാനോ നിങ്ങൾക്ക് എന്നെ രക്ഷിക്കുവാനോ ഇന്ന് കഴിയുന്നതല്ല. നിങ്ങൾ എന്നെ മുമ്പ് അള്ളാഹുവിനോട് പങ്കുചേർത്തതിനെ നിശ്ചയമായും ഞാൻ നിഷേധിക്കുന്നു. അക്രമികൾക്ക് വേദനാജനകമായ ശിക്ഷ തന്നെയാണ് ലഭിക്കുക. وَأُدْخِلَ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا بِإِذْنِ رَبِّهِمْ تَحِيَّتُهُمْ فِيهَا سَلَامٌ. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ അടിഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെടും. തങ്ങളുടെ റബ്ബിന്റെ അനുമതിയോടെ അവരതിൽ ശാശ്വതമായി നിവസിക്കുന്നവരാണ്. അവിടെ അവരുടെ അഭിവാദ്യം സലാം ആകുന്നു. أَلَمْ تَرَ كَيْفَ ضَرَبَ اللَّهُ مَثَلًا كَلِمَةً طَيِّبَةً كَشَجَرَةٍ طَيِّبَةٍ أَصْلُهَا ثَابِتٌ وَفَرْعُهَا فِي السَّمَاءِ. ഒരു നല്ല വചനത്തിന് അള്ളാഹു ഉപമ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് താങ്കൾ കണ്ടില്ലേ? അതൊരു നല്ല വൃക്ഷം പോലെയാണ്. അതിന്റെ മുരട് ഭൂമിയിൽ ശരിക്ക് ഊന്നിപ്പിടിക്കുകയും ശാഖകൾ വളരെ പൊക്കത്തിൽ വളർന്നു നിൽക്കുകയും ചെയ്യുന്നു. تُؤْتِي أُكُلَهَا كُلَّ حِينٍ بِإِذْنِ رَبِّهَا وَيَضْرِبُ اللَّهُ الْأَمْثَالَ لِلنَّاسِ لَعَلَّهُمْ يَتَذَكَّرُونَ. അതെപ്പോഴും റബ്ബിന്റെ അനുമതിയോടെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. മനുഷ്യർ ചിന്തിച്ച് ഗ്രഹിക്കുവാൻ വേണ്ടി അള്ളാഹു അവർക്ക് ഉപമകൾ വിവരിച്ചു കൊടുക്കുകയാണ്. وَمَثَلُ كَلِمَةٍ خَبِيثَةٍ كَشَجَرَةٍ خَبِيثَةٍ اجْتُثَّتْ مِنْ فَوْقِ الْأَرْضِ مَا لَهَا مِنْ قَرَارٍ. തെറ്റായ ഒരു വചനത്തിന്റെ സ്ഥിതി ഭൂമിയുടെ മുകളിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട ചീത്തയായ ഒരു വൃക്ഷം പോലെയാണ്. അതിന് തീരെ നിലനിൽപ്പില്ല. يُثَبِّتُ اللَّهُ الَّذِينَ آمَنُوا بِالْقَوْلِ الثَّابِتِ فِي الْحَيَاةِ الدُّنْيَا وَفِي الْآخِرَةِ وَيُضِلُّ اللَّهُ الظَّالِمِينَ وَيَفْعَلُ اللَّهُ مَا يَشَاءُ. സത്യവിശ്വാസികളെ സ്ഥിരമായ വചനം മൂലം ഐഹിക ജീവിതത്തിലും പാരത്രിക വിജയത്തിലും അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയും അക്രമികളെ അള്ളാഹു വഴിവിഴപ്പിക്കുകയും ചെയ്യും. താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ചെയ്യുന്നു. أَلَمْ تَرَ إِلَى الَّذِينَ بَدَّلُوا نِعْمَةَ اللَّهِ كُفْرًا وَأَحَلُّوا قَوْمَهُمْ دَارَ الْبَوَارِ جَهَنَّمَ يَصْلَوْنَهَا وَبِئْسَ الْقَرَارُ.
അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പകരം നന്ദികേട് കാണിക്കുകയും സ്വന്തം ജനതയെ നാശത്തിന്റെ വീട്ടിൽ, അതായത് നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കുകയും ചെയ്ത ആളുകളെ താങ്കൾ കണ്ടില്ലേ? അതിൽ അവർ കിടന്നു നരകിക്കും. ആ താമസം എത്ര കഷ്ടം! وَجَعَلُوا لِلَّهِ أَندَادًا لِيُضِلُّوا عَن سَبِيلِهِ قُلْ تَمَتَّعُوا فَإِنَّ مَصِيرَكُمْ إِلَى النَّارِ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കേണ്ടതിനായി അവന് ചില തുല്യശക്തികളെ അവർ സ്ഥാപിച്ചു. താങ്കൾ പറയുക, നിങ്ങൾ അല്പദിവസം സുഖിച്ചുകൊള്ളുക, നിങ്ങളുടെ മടക്കം നരകത്തിലേക്ക് തന്നെയാണ്. قُلْ لِعِبَادِيَ الَّذِينَ آمَنُوا يُقِيمُوا الصَّلَاةَ وَيُنْفِقُوا مِمَّا رَزَقْنَاهُمْ سِرًّا وَعَلَانِيَةً مِّن قَبْلِ أَن يَأْتِيَ يَوْمٌ لَّا بَيْعٌ فِيهِ وَلَا خِلَالٌ. സത്യവിശ്വാസികളായ എന്റെ അടിമകളോട് പറയുക, എന്നാൽ അവർ നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും യാതൊരു ക്രയവിക്രയങ്ങളും മൈത്രീ ബന്ധങ്ങളും നടക്കാത്ത ഒരു ദിവസം വന്നെത്തും മുമ്പ് തന്നെ നാം കൊടുത്തതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും അവർ ചെലവ് ചെയ്യുന്നതുമാണ്. الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുകയും അതുമൂലം നിങ്ങൾക്ക് ഭക്ഷണത്തിന് പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരികയും തന്റെ കൽപ്പന പ്രകാരം കപ്പൽ കടലിൽ സഞ്ചരിക്കേണ്ടതിനായി അതിനെ നിങ്ങൾക്ക് അധീനമാക്കി തരികയും നദികളെ സ്വാധീനപ്പെടുത്തി തരികയും ചെയ്തവനാകുന്നു അല്ലാഹു. وَسَخَّرَ لَكُمُ الشَّمْسَ وَالْقَمَرَ دَائِبَيْنِ وَسَخَّرَ لَكُمُ اللَّيْلَ وَالنَّهَارَ. ഇടമുറിയാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിൽ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് വഴിപ്പെടുത്തി തരികയും രാപ്പകലുകളെ കീഴ്പ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നവനുമാണ് അല്ലാഹു. وَآتَاكُم مِّن كُلِّ مَا سَأَلْتُمُوهُ وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا إِنَّ الْإِنسَانَ لَظَلُومٌ كَفَّارٌ. മാത്രമല്ല, നിങ്ങൾ അവനോട് ചോദിച്ചതിൽ നിന്നെല്ലാം നിങ്ങൾക്കവൻ തന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. മനുഷ്യൻ തീർച്ചയായും വലിയ അക്രമിയും തീരെ നന്ദികേട് കാണിക്കുന്നവനുമാണ്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. എന്റെ റബ്ബേ, ഈ രാജ്യം മക്ക നീ നിർഭയമാക്കുകയും എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റുകയും ചെയ്യണമേ. رَبِّ إِنَّهُنَّ أَضْلَلْنَ كَثِيرًا مِّنَ النَّاسِ فَمَن تَبِعَنِي فَإِنَّهُ مِنِّي وَمَنْ عَصَانِي فَإِنَّكَ غَفُورٌ رَّحِيمٌ. എന്റെ റബ്ബേ, ഈ വിഗ്രഹങ്ങൾ ഒട്ടധികം മനുഷ്യരെ വഴിതെറ്റിച്ചിരിക്കുന്നു. അതിനാൽ എന്നെ ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ എന്നിൽപ്പെട്ടവനാണ്. ആരെങ്കിലും എന്റെ നിർദ്ദേശം ലംഘിക്കുന്ന പക്ഷം തീർച്ചയായും നീ വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. رَبَّنَا إِنِّي أَسْكَنتُ مِن ذُرِّيَّتِي بِوَادٍ غَيْرِ ذِي زَرْعٍ عِندَ بَيْتِكَ الْمُحَرَّمِ رَبَّنَا لِيُقِيمُوا الصَّلَاةَ فَاجْعَلْ أَفْئِدَةً مِّنَ النَّاسِ تَهْوِي إِلَيْهِمْ وَارْزُقْهُم مِّنَ الثَّمَرَاتِ لَعَلَّهُمْ يَشْكُرُونَ.
ഞങ്ങളുടെ റബ്ബേ, എന്റെ സന്താനങ്ങളിൽ ചിലരെ കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ നിന്റെ ആദരണീയ മന്ദിരത്തിനടുത്ത് ഞാനിതാ കുടിയിരുത്തിയിരിക്കുന്നു. റബ്ബേ, അവർ നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരാണ്. ഞാനത് ചെയ്തിരിക്കുന്നത് അതിനാൽ മനുഷ്യരിൽ ചിലരുടെ ഹൃദയങ്ങളെ ഇവരുടെ നേരെ സ്നേഹം കാണിക്കുന്നതാക്കുകയും നന്ദിയുള്ളവരായിരിക്കാൻ ഇവർക്ക് പഴങ്ങൾ ഭക്ഷണമായി നൽകുകയും ചെയ്യണമേ. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം തീർച്ചയായും നീ അറിയുന്നു. ഭൂമിയിലോ ആകാശത്തോ ഉള്ളൊരു കാര്യവും അല്ലാഹുവിന് അപ്രത്യക്ഷമായി പോകുന്നതല്ല. അൽഹംദുലില്ലാഹി الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء. എനിക്ക് ഈ വാർദ്ധക്യകാലത്ത് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും പ്രദാനം ചെയ്ത അല്ലാഹുവിനാണ് സർവസ്തുതിയും. തീർച്ചയായും എന്റെ റബ്ബ് പ്രാർത്ഥന സ്വീകരിക്കുന്നവൻ തന്നെയാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. എന്റെ റബ്ബേ, നീ എന്നെയും എന്റെ സന്താനങ്ങളിൽപ്പെട്ടവരെയും നിസ്കാരം നിലനിർത്താൻ സൗഭാഗ്യം നൽകണമേ. ഞങ്ങളുടെ റബ്ബേ, എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ഞങ്ങളുടെ റബ്ബേ, വിചാരണ നടക്കുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار. അക്രമികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനാണെന്ന് താങ്കൾ ഒരിക്കലും ധരിച്ചു പോകരുത്. ഭയം നിമിത്തം കണ്ണുകൾ മേൽപോട്ട് തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഭയങ്കര ദിവസത്തിലേക്ക് അവരുടെ കാര്യം അവൻ നീട്ടിവെച്ചിരിക്കുക മാത്രമാണ്. مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء. അന്ന് അവർ ധൃതിപ്പെട്ടവരായും തല ഉയർത്തിപ്പിടിച്ചവരായും വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നതാണ്. കണ്ണുകൾ അവരിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. അവരുടെ ഹൃദയങ്ങൾ വിചാരവികാരങ്ങൾ നശിച്ച് ശൂന്യങ്ങളുമായിരിക്കും. وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال. മനുഷ്യർക്ക് ശിക്ഷ വന്നെത്തുന്ന ദിവസത്തെക്കുറിച്ച് താങ്കൾ അവരെ താക്കീത് ചെയ്യുക. അപ്പോൾ അക്രമികൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ റബ്ബേ, അല്പകാലത്തേക്ക് കൂടി നീ ഞങ്ങൾക്ക് സമയം നീട്ടിത്തരേണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ വിളി സ്വീകരിക്കുകയും നിന്റെ മുർസലുകളെ പിൻപറ്റുകയും ചെയ്തുകൊള്ളാം. അന്നേരം അല്ലാഹു ചോദിക്കും, നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ നിന്ന് ഒരു സ്ഥലമാറ്റമുണ്ടാവുകയേയില്ലെന്ന് നിങ്ങൾ മുമ്പ് സത്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? وَسَكَنْتُمْ فِي مَسَاكِنِ الَّذِينَ ظَلَمُوا أَنفُسَهُمْ وَتَبَيَّنَ لَكُمْ كَيْفَ فَعَلْنَا بِهِمْ وَضَرَبْنَا لَكُمُ الْأَمْثَالَ. സ്വന്തം ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ചവരുടെ പാർപ്പിടങ്ങളിൽ നിങ്ങൾ നിവസിക്കുകയും അവരെക്കൊണ്ട് എങ്ങനെയാണ് നാം ചെയ്തതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പല ഉദാഹരണങ്ങളും നിങ്ങൾക്ക് നാം എടുത്തു കാണിച്ചു തരികയും ചെയ്തു. وَقَدْ مَكَرُوا مَكْرَهُمْ وَعِندَ اللَّهِ مَكْرُهُمْ وَإِنْ كَانَ مَكْرُهُمْ لِتَزُولَ مِنْهُ الْجِبَالُ.
തങ്ങളാൽ കഴിയുന്ന കുതന്ത്രങ്ങളൊക്കെ അവർ പ്രയോഗിച്ചു. അവരുടെ കുതന്ത്രങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹുവിങ്കലുണ്ട്. അവരുടെ കുതന്ത്രം പർവ്വതങ്ങൾ സ്ഥാനം തെറ്റിപ്പോകത്തക്കതൊന്നുമായിട്ടില്ല. فلا تحسبن الله مخلف وعده رسله إن الله عزيز ذو انتقام. അതുകൊണ്ട് തന്റെ ദൂതന്മാരോട് ചെയ്ത വാഗ്ദാനം ലംഘിക്കുന്നവനാണെന്ന് അള്ളാഹുവിനെപ്പറ്റി ഒരിക്കലും ധരിച്ചു പോകരുത്. തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയും കുറ്റക്കാരെ ശിക്ഷിക്കുന്നവനുമാകുന്നു. يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار. ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായും ആകാശങ്ങളെ വേറെ ആകാശങ്ങളായും മാറ്റപ്പെടുകയും അവരെല്ലാവരും ഏകനും എല്ലാവരെയും അടക്കി ഭരിക്കുന്നവനുമായ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാവുകയും ചെയ്യുന്ന ദിവസം അത് നടക്കുന്നതാണ്. وترى المجرمين يومئذ مقرنين في الأصفاد. അന്ന് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായ കുറ്റവാളികളെ താങ്കൾ കാണും. سرابيلهم من قطران وتغشى وجوههم النار. അവരുടെ കുപ്പായങ്ങൾ പന്തം കൊണ്ടുള്ളതായിരിക്കുന്നതും അവരുടെ മുഖങ്ങളെ അഗ്നി മൂടുന്നതാണ്. ليجزي الله كل نفس ما كسبت إن الله سريع الحساب. ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നൽകുവാനാണ് അള്ളാഹു മേൽപ്രകാരം ചെയ്തത്. തീർച്ചയായും അള്ളാഹു അതിവേഗം വിചാരണ നടത്തുന്നവനാണ്. هذا بلاغ للناس ولينذروا به وليعلموا أنما هو إله واحد وليذكر أولو الألباب. ഈ ഖുർആൻ ജനങ്ങൾക്കൊരു ഉദ്ബോധനമത്രേ. അതുവഴി അവരെ താക്കീത് ചെയ്യുവാനും അവൻ ഏക ഇലാഹ് തന്നെയാണ് എന്ന് അവർ ഗ്രഹിക്കുവാനും ബുദ്ധിമാന്മാർ ശ്രദ്ധിക്കുവാനും വേണ്ടിയാണ് അള്ളാഹു ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്.